നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനേ കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുമ്പ് വെറുതെ ഷോപ്പ് ഒന്ന് പരിചയപ്പെടുത്തുന്ന, അതായത് ഇസബെല്ല സീരീസ് 1 പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വരുന്നുണ്ട്, ഓരോ സെക്ഷനായിട്ട് കാണിക്കുക. പക്ഷേ ഈ സാരിയുടെ വീഡിയോ ഇട്ടിട്ട് എനിക്കറിയത്തില്ല, മറുപടി പറഞ്ഞ് നമ്മൾ മടുത്തു. എന്നാന്നറിയോ, ഇങ്ങനെ കാണിക്കാതെ അതിൻ്റെ മുന്താണി കാണിക്കുക, അതിൻ്റെ ബ്ലൗസ് കാണിക്കുക, അതിൻ്റെ ഫോട്ടോതാ ഇങ്ങനെ വിദ്യ എന്നും കാണിക്കുന്ന പോലെ കാണിക്കുക. എന്നിട്ട് തന്നെ ഈ സാരികൾ മാത്രം കാണിക്കാത്തേ ഇങ്ങനെ ചോദിച്ചാൽ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സാരി തന്നെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചു. കാരണം ഇത് ഓരോന്നിനും ഉത്തരം പറയുന്നതിലും ഭേദം ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യുന്നതല്ലേ, അങ്ങനെ കാണിക്കാമെന്ന് വെച്ചു. ഇത് പാതി എവിടെ തുടങ്ങണം, വില കൂടിയതെടുത്തും തുടങ്ങണോ വില കുറഞ്ഞെടുത്തും തുടങ്ങണം, ഏതായാലും ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന ഒരു ഐറ്റത്തിൻ്റെ തന്നെ കാണിക്കാം. ഇതാണ് 1499 ആണ് ഇതിൻ്റെ റേറ്റ്. ബനാറസിയാണ്, വിസ്കോസാണ്. വിസ്കോസ് എന്ന് പറഞ്ഞാൽ പ്യോർ വിസ്കോസ് അല്ല, വിസ്കോസ് അതായത് അതിൻ്റെ ഒരു റിപ്ലിക്ക എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ഐറ്റമാണ്. ഇതാണ് ഇതിൻ്റെ ബോർഡർ, താഴത്തെ മുകളിലത്തെ ബോർഡർ. ഇത് ഉണ്ടോ, ഇതിൻ്റെ ഞാൻ മുന്താണിയൊക്കെ ഒന്ന് കാണിച്ചായിരുന്നു, ബ്ലൗസ് ഒന്നും കാണിച്ചില്ല എന്ന് തോന്നുന്നു. ഇത് വരും മുന്താണി. ഇതിപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ചില്ലി റെഡ് കളർ, ഓവർ റെഡ് അല്ല, നല്ല കളറാട്ടോ. റെഡിഷ് മെറൂൺ എന്ന് പറയാൻ പറ്റത്തില്ല, നല്ലൊരു ചില്ലി റെഡ്. ആ ഒരു വൈറ്റുമായിട്ട് ചേരുന്ന കോമ്പിനേഷൻ വരുന്ന നല്ലൊരു ചില്ലി റെഡ് സാരിയാണ്. ഇത് വരും ഇതിൻ്റെ ബ്ലൗസ്. കണ്ടോ, ബോഡിക്ക് ഫുൾ പുട്ടായ, കയ്യേൽ ഈ ഒരു ബോർഡർ കണ്ടോ. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ നല്ല ഈ പറയുന്ന മാംഗോ പ്രിൻ്റ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മുന്താണി. ചേച്ചിയെ മാറ്റിക്കും അതേ കാണിക്കാൻ പാടാവേ. അടുത്തത് ഇതേ, അതിൻ്റെ തന്നെ മെറൂൺ. ഇത് എന്നിട്ടും ഇങ്ങനെ അത്രയും മാത്രം കാണിച്ചിട്ട് ഒത്തിരി പേര് ഇത് പർച്ചേസ് ചെയ്യുകയും ചെയ്തു കേട്ടോ. പിന്നെ ഇപ്പം ഈ കളറിന് ഒത്തിരി സ്റ്റോക്കുണ്ട്. എക്സിബിഷൻ കം സെയിൽ എന്ന് പറഞ്ഞ് വെച്ചേക്കുന്നതുകൊണ്ട് സ്റ്റോക്ക് വെക്കാതിരിക്കണം. ഇത് ബോഡിക്ക് വരുന്ന ഒരു സാൻഡൽ ഷെയ്ഡ്, എന്നിട്ട് ബോഡിയെ കൂടെ ഒരു ആ സാൻഡൽ ഷെയ്ഡിൻ്റെ തന്നെ ബുട്ടായി കൊണ്ട് ഇങ്ങനെ നല്ലൊരു ജക്വാർഡ് വീവിങ്. ഇനി അതിൻ്റെ മുന്താണി ഇതേ ഇങ്ങനെ സെയിമാ, മുമ്പത്തേൻ്റെ മുന്താണി ഇതിൻ്റെ മുന്താണി സെയിം തന്നെയാണ്. 1499 ആണ് റേറ്റ് കേട്ടോ. ഇതെല്ലാം ഡ്രൈ വാഷേ പാടുള്ളൂ, റേറ്റ് കുറവാണെന്നും പറഞ്ഞാൽ നമ്മൾ അറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ല, ഡ്രൈ വാഷേ പാടുള്ളൂ. ഇനി ഒരു ഈ സാരി ഒത്തിരി പേര് ഇത് 890 ഉള്ളു ഇതിൻ്റെ റേറ്റ്. ഇത് കണ്ടോ, ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട്, അത് കാണിക്കാവേ. നല്ല ഒരു പീക്കോക്ക് ബ്ലൂ എന്ന് പറഞ്ഞാൽ, നല്ല പീക്കോക്ക് ബ്ലൂവിൻ്റെ ഈ ഇതിനകത്ത് വന്നത് ഇതെന്ന് വെച്ചാൽ ആ കളറിൻ്റെ എല്ലാം ഡാർക്കാണ് വന്നിരിക്കുന്നത്, നല്ല ഡാർക്ക് സൈഡാണ് വന്നിരിക്കുന്നത്. മുന്താണി വരുമ്പോഴേ ഇങ്ങനെ വരും. ഒരെണ്ണത്തിൻ്റെ മാത്രം ഞാൻ മുന്താണി എല്ലാം കാണിക്കാം, ബാക്കിയുള്ളതിൻ്റെ കളർ കാണിച്ചാൽ പോരെ. ഇങ്ങനെ വരും ഉണ്ടോ, നല്ല സാരിയാണ്, ഫങ്ഷൻ വെയർ ആയിട്ട് കൊടുക്കാൻ നല്ല സാരിയാണ്. സെമി സിൽക്ക് ആണേലും ഉണ്ടല്ലോ, സെമി സിൽക്ക് ആണേലും എന്ന് പറയുന്നത് എന്നാണെന്നറിയോ, എനിക്ക് സെമി സിൽക്കിനോട് വലിയൊരു താല്പര്യമില്ലാത്തൊരു ചില സ്റ്റഫ് എനിക്കിഷ്ടമാണ്, ചില സ്റ്റഫ് എനിക്കിഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട്. കോപ്പർ ബുട്ടയാണ് വരുന്നത്. സെമി സിൽക്ക് ആണെങ്കിലും എന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്കി പറയട്ടെ എന്ന് ചോദിച്ചാൽ, അത് ഇതിനൊരു സ്റ്റാൻഡേർഡ് ഫീലുണ്ട്, നല്ലൊരു എന്നാ പറയുക, വില കൂടിയ 90 ആണെന്നൊന്നും ഒരു മനുഷ്യൻ പറയത്തില്ല, അത്രയ്ക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീലുണ്ട്. ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് ചോദിക്കത്തില്ലേ നാളെ കൈ കിട്ടിക്കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ പറയുന്നതല്ല, ശരിക്കും ഉള്ളത് തന്നെയാണ്. ബ്ലൗസ് കൂടെ കാണിക്കാവേ, കട്ട് ചെയ്ത് എടുക്കുന്നുണ്ടോ. ഇത് ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ പ്ലെയിൻ എന്നിട്ട് ഈ ഒരു ബോർഡറുമായിട്ട് ബ്ലൗസ്. ഇതിൻ്റെ ഇത് കണ്ടോ, ഇത് നമ്മുടെ ശരീരത്ത് ഇതിൻ്റെ ഉൾഭാഗമാണ് ഇത് കേട്ടോ, നല്ല വശമല്ല, അകംവശമാണ്. പക്ഷേ ഇത് കണ്ടോ, ഒട്ടും മേത്ത് കുത്തിക്കൊള്ളൂ അങ്ങനത്തെ ഒന്നുമില്ല. സാധാരണ വീവിങ് സാരി വരുമ്പോൾ മേത്ത് കുത്തിക്കൊള്ളൂല്ലോ, അങ്ങനത്തെ ഇതില്ല കേട്ടോ. നല്ല അതെ, രണ്ട് രീതിക്ക് വേണമെങ്കിലും കൊടുക്കാം. കാരണം ഇതിൻ്റെ 2 വശം ഞാനിപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ഇത് മനസ്സിലായില്ലേ, ഇത് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, ഇതിൻ്റെ നല്ല വശം ഇതാണോ എന്ന് ഓർത്തു. 2 സൈഡും വേണമെങ്കിൽ ഉടുക്കാം, ഒരു വിധത്തിനും തിരിച്ചറിയത്തില്ല ഇത് അകംവശമോ പുറം വശമോ ഏതാണ്. ഇത് പറഞ്ഞാൽ മൊത്തം നോക്കണം. ഇനി അതിൻ്റെ കളേഴ്സ് കാണിക്കാവേ. ഇത് ബോട്ടിൽ ഗ്രീൻ, ഡാർക്ക് പർപ്പിൾ, വാടാമുല്ല കളറ്, എല്ലാം നല്ല കളേഴ്സാണ് കേട്ടോ. ഏത് കളറാണോ ഇപ്പം വാടാമുല്ല കളർ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു എന്നാ പറയുന്നത്,
ഒരു ഡൈയിങ്ങാണ് ചെയ്തിരിക്കുന്നത്. നേവി ബ്ലൂ വിത്ത് കോപ്പർ. നല്ല രസമല്ലേ കാണാൻ? നിങ്ങൾക്ക് ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഒത്തിരി നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഓണം ഫങ്ഷനുകളുടെ സമയമല്ലേ. ഇത് മെറൂൺ, ഡാർക്ക് മെറൂണാണ്. അതാണ് അടുത്ത സാരി. കട്ട് ചെയ്യാം. അടുത്തത് ഇതാണ്. ഇത് കണ്ടോ? ഇതൊരു നല്ല ചന്തേരി സിൽക്ക് എന്ന് പറഞ്ഞാൽ ഒരു ടസർ ചന്തേരി എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. ഇപ്പോൾ എല്ലാം അങ്ങനെയാണ് വരുന്നത്. മിക്സ് ആയിട്ടുള്ള കോമ്പിനേഷൻസാണ് വരുന്നത്. ഇപ്പോൾ ഇന്നത് ചന്തേരി മാത്രമാണോ, ഇന്നത് ടസർ മാത്രമാണോ, അല്ലെങ്കിൽ ഇന്നത് സിൽക്ക് മാത്രമാണെന്ന് പറയാൻ പറ്റത്തില്ല. പലതിൻ്റെ ജൂട്ട് ടസർ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ടോ? ബ്ലാക്കും ഒക്കെ കൂടെ ഒരു പ്രിൻറ്റും ഇങ്ങനെ ബോർഡർ, രണ്ട് സൈഡിലും ബോർഡർ ഇങ്ങനെ ഇരിക്കും. രണ്ട് സൈഡിലും ബോർഡർ. നല്ല ഒന്നാന്തരം ഫങ്ഷൻ വേറെ സാരിയാണ്. 1590 രൂപയേ ഉള്ളൂ. വളരെ ബഡ്ജറ്റ് റേറ്റിലാണ് നമ്മുടെ എക്സിബിഷൻ നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. എക്സിബിഷനകത്തെ സാരീസാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഷോപ്പിൽ ഡയറക്റ്റ് വരുന്നവർക്ക് ഇത് ഡയറക്റ്റ് കണ്ട് എടുക്കാം. അതിൻ്റെ മുന്താണി വരുമ്പോൾ ഈ ഭാഗം ബ്ലൗസ്, ഇത് വരും മുന്താണി. കണ്ടോ? ഇതാണ് മുന്താണിയുടെ സൈഡ്. ഇവിടുന്ന് കട്ട് ചെയ്ത് ബ്ലൗസ് എടുക്കണം. ബ്ലൗസ് ഒരു ബ്രൊക്കേഡ് ബ്ലൗസ് പോലെ നല്ല സോഫ്റ്റാണ്. ആ സിൽക്കി എഫക്റ്റ് കണ്ടോ നിങ്ങൾ? നല്ലതായിട്ടത് മനസ്സിലാവുന്നില്ലേ? അത് ആ ഫങ്ഷനായിട്ട് അത് ബ്ലൗസായിട്ട് എടുത്ത് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. എന്നിട്ട് ഒരു സൈസ് വീവിങ് ആയിട്ടുള്ള ബോർഡറും കൂടെ വരുമ്പം അതിന് ഭയങ്കര ഒരു ഭംഗിയാണ്. ഇതിൽ കുറേ കളർ ഷെയ്ഡ്സ് ഉണ്ട്. അതിപ്പം അവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു സാരി കാണിക്കാം. ഒത്തിരി ആൾക്കാർ ചോദിച്ച ഒരു സാരിയാണ്. ഇതാ ബനാറസി. ഇതിൻ്റെ ബോർഡറാണ് ഇതിൻ്റെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ഇഷ്ടം. ഇത് ഒരു സാരി ഉടുക്കില്ലാത്തവർക്ക് പോലും ഇത് കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നും. ആണുങ്ങൾക്ക് പോലും ആഗ്രഹം തോന്നുമെന്ന് ഞാൻ പറയാം. അത്രയ്ക്ക് രസമാണ് ഇത് കാണുന്നത്. ഇതിൻ്റെ ബോഡിയെ വരുമ്പോൾ ഉണ്ടല്ലോ ഒരു സൈസ് ഈ നമ്മുടെ എന്നതാ ഫുൾക്കാരിയുടെ ഒരു വീവിങ് തോന്നും. ഇവിടേക്ക് ബനാറസി നല്ല ഇവിടെ എന്താണ് എൻ്റെ ഞാനൊന്ന് വീഡിയോയ്ക്കകത്ത് നിവർത്തി കാണിച്ചായിരുന്നു. അത് നിവർത്തി കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ പോലെ പകുതി വെച്ച് കാണിച്ച് നിർത്തി എന്നൊക്കെയാണ് എന്നോട് ഒത്തിരി പേര് പരാതിപ്പെട്ടവർ. ഞാനതേ അങ്ങനെ സെയിലിന് വേണ്ടിയിട്ട് കാണിച്ചൊരു വീഡിയോ അല്ലല്ലോ, അല്ലാതെ എടുത്തൊരു വീഡിയോ അല്ലേ. ഇനി അതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് കട്ട് ചെയ്ത് ഇങ്ങനെയുള്ള ഭാഗം ഇതുണ്ടോ? ഇത് വരും അതിൻ്റെ ബ്ലൗസ്. നല്ല രസമാണ് ബ്ലൗസിൻ്റെ ആ കയ്യിൽ അതൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു ബോഡിക്ക് ഇതും കൂടെ ഒക്കെ വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. 2999, അതായത് 2999 രൂപ. അതാണ് ഇതിൻ്റെ റേറ്റ്. അതിനുള്ള മോഡലുണ്ട്. ഇനി അതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കാമേ. ഇതാ നല്ല പീക്കോക്ക് ബ്ലൂ പീക്കോക്ക് ബ്ലൂ വിത്ത് മജന്ത. അതിൻ്റെ ബോർഡർ വരുമ്പം വേറൊരു ഡിസൈനാണ്. ഈ മുന്താണി കാണിക്കാം. അതിൻ്റെ ഇത് വരും അതിൻ്റെ മുന്താണി കാഞ്ചീപുരം സാരികളുടെ മുന്താണിയും പല്ലുമല്ല, പല്ലുമൊക്കെ പോലെയല്ലേ ഭംഗിയല്ലേ കാണാനായിട്ട്. ഇനി ബ്ലൗസ് കണ്ടോ? ഇതാണ് ബ്ലൗസ്. ഈ ഒരു സോഫ്റ്റ് ബ്രൊക്കേഡ് വരുന്ന ഇതാണ് ബ്ലൗസ്. അതിന് ബോർഡർ ഇല്ല. ആ ഒരു ബ്രൊക്കേഡിൻ്റെ ആ ഒരു പ്രിൻ്റാണ് അതിൻ്റെ ആ ഭംഗി മുഴുവൻ. എന്ത് രസമാണെന്ന് പറഞ്ഞറിയിക്കത്തില്ല. ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കും. ഭയങ്കര സന്തോഷമാകും. കാരണം ഇത് കണ്ട ഇഷ്ടപ്പെടാത്ത മനുഷ്യരില്ല. ഇനി ഇതിൻ്റെ ഓറഞ്ച്, ഈ വർഷത്തെ എന്നാ പറയുന്നത്, ഓണത്തിൻ്റെ തീം കളറായിട്ടുള്ള ഓറഞ്ച് വിത്ത് മജന്ത. അതിൻ്റെയും കൂടെ പല്ലു കാണിച്ചേക്കാം. ഇപ്പോൾ കാണിച്ച രണ്ടിനും 2 ടൈപ്പ് പല്ലുവാണ് ഞാൻ കണ്ടത്. ഇതിനും ആദ്യം കാണിച്ചതിന് ഒരേ പല്ലുവാണ്. ഇത് കണ്ടോ? നല്ല രസം. അതിൻ്റെ വീവിങ് ആണല്ലേ. ബ്ലൗസ് വന്നിട്ട് ആദ്യം കാണിച്ചതിൻ്റെ കണ്ടില്ലേ, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഈ ഒരു ഡിസൈൻസ് വരുന്ന ബ്ലൗസ്. ഏത് പ്രായത്തിലുള്ളവർക്ക് ഉപയോഗിക്കാം. അടിപൊളിയായിട്ട് ഫങ്ഷന് പോകാം. നല്ല സാരീസാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ വേറൊരു കളറും കൂടെ ഉണ്ട്. അത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ബോർഡറിന് അടിയിലത്തെ ബോർഡറിന് വീതി കൂടിയിട്ട് താഴത്തെ ബോർഡറിന് മുകളിലത്തെ ബോർഡറിന് ചെറിയ വീതി. ഇതുണ്ടോ? ഇതാണ്. ഇത് ഫുൾക്കാരിയാണ് ബോഡിക്ക് വന്നിരിക്കുന്നത്. റേറ്റും ഇതിന് വ്യത്യാസം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കാവേ. ഇതിന് 2500 ഉള്ളൂ. മറ്റേ 2900 ഉണ്ട്. ഇതിൻ്റെ അപ്പം മുന്താണി വരുമ്പോഴേ ഇങ്ങനെ കണ്ടോ? നമ്മുടെ മഹേശ്വരി സിൽക്കിനൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഇങ്ങനത്തെ മുന്താണി വരും. അങ്ങനത്തെ ഒരു സാധനം. ബോഡി
മുകളിലത്തെ ബോർഡർ തേണ്ട ഇങ്ങനെ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഫുൾക്കാരി എന്ന് പറഞ്ഞാൽ ഫുൾക്കാരിയുടെ നല്ല സോഫ്റ്റായിട്ട് ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന, എന്നാൽ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഒരു സ്റ്റഫ്. ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ഫുൾക്കാരി എന്ന് കേൾക്കുമ്പോൾ നമ്മളവർക്ക് ഒത്തിരി ട്രാൻസ്പെറൻ്റ് ആണ്. എൻ്റെ മുഖമൊക്കെ ഒത്തിരി ഒരുമിച്ചാണോ ഇരിക്കുന്നത് എനിക്കറിയത്തില്ല, എനിക്ക് അപ്പടി വിഷമം അതോർത്തിട്ട് കേട്ടോ. പിന്നെ ഇനി റെഡി ടു വെയർ ഒരു മിനിറ്റ് ഒന്ന് കട്ട് ചെയ്ത് ചേച്ചി. റെഡി ടു വെയർ സാരീസ് ആണ്. ഇതും ഒത്തിരി പേര് ചോദിച്ചു എന്താ കാണിക്കാത്തതെന്ന്. ഇത് കണ്ടോ, ഇത് ഫാൻസി സാരി ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. കാരണം ഇപ്പം റെഡി ടു വെയർ സാരി കൂടുതലും ഉപയോഗിക്കുന്ന കൊച്ചു പെൺകുട്ടികൾ ഇപ്പം സാരി ഉടുത്തുക ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഏത് എന്നാ പറയുന്നത് ഏജ് സാരി നന്നായിട്ട് ഉടുക്കാൻ അറിയാവുന്നവർക്ക് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. എളുപ്പമാണ് അതിനകത്ത് നോക്കുന്നത്. ഫങ്ഷൻ വെയർ ആയിട്ടാണ് വരുന്നത്. ഇതാണ് ആദ്യത്തെ കളറ്, നല്ല ഒരു വയലറ്റിൻ്റെ ഷെയ്ഡ്. എന്നിട്ട് അതിൻ്റെ കൂടെ കോപ്പർ സ്റ്റോൺ ആണ് ഫുള്ള്. ഇതിൻ്റെ റേറ്റ് ഏകദേശം ഒരു 1199. ഇതിൽ കുറഞ്ഞതുകൊണ്ട് ഇതിൻ്റെ കളേഴ്സ് കാണിക്കാം. ഇനി അത് ബോഡിയെ നിറച്ചും ബുട്ടായുള്ളത്. ഇതും അതിൻ്റെ തന്നെ വേറെ കളറ്. ഇത് കണ്ടോ, നല്ലൊരു ബ്രിക്കിൻ്റെ ഒരു നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. അതും എല്ലാം ഇത് രണ്ടും ഏതാണെന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ തോന്നും. ഏതാണെന്ന് എടുത്ത് വെച്ച് നോക്കിയാൽ ഏത് വേണമെന്ന് കൺഫ്യൂഷൻ തോന്നും. ഇതൊന്ന്. പിന്നെ ഇനി ബോഡിയിലൊന്നും ഇല്ലാത്ത ഇതെല്ലാം റെഡി ടു വെയർ ആണ്. ഞാൻ സാധാരണഗതിക്ക് ഞാൻ റെഡി ടു വെയർ കാണിക്കുമ്പോൾ ഒരു ഡെമോ കാണിക്കുന്ന, ഇന്ന് ഡെമോ കാണിക്കുന്നില്ല. അറിയാം, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അതറിയത്തില്ലാത്ത ആൾക്കാരില്ലല്ലോ. ഇത് ബോർഡർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മുന്താണി ഇങ്ങനെ തന്നെ, പ്രത്യേകിച്ച് ഒന്നുമില്ല. ബ്ലൗസ് ഇതിൻ്റെ പ്ലെയിന്. ബ്ലൗസ് നിങ്ങൾ കോൺട്രാസ്റ്റ് ഒക്കെ ബ്ലൗസ് ഇടുവാണെങ്കിൽ നല്ല ജെറ്റ് ബ്ലാക്കല്ല കോപ്പർ വരുമ്പോഴത്തെ രസം കണ്ടോ, ആ രസമാണ് നോക്ക്. ഇനി ഇതിൻ്റെ കുറഞ്ഞത് പേസ്റ്റൽ ചാർട്ടുകൾ തന്നെ വരും. ഈ സാരിയുടെ റേറ്റ് നല്ല റേറ്റ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. റെഡി ടു വെയർ ആയിട്ട് ചെയ്ത് നമ്മൾ സ്വന്തമായിട്ടൊക്കെ ഒന്ന് ചെയ്തെടുക്കുമ്പോൾ എത്ര രൂപയാവും റേറ്റ് പറയാം. റേറ്റ് സ്ക്രീനിലുണ്ടല്ലോ, ഞാനെന്തിനാ ഇങ്ങനെ കിടന്ന് തപ്പുന്നല്ലേ. ഇതേ നല്ലൊരു പിസ്ത ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്. പിസ്ത ഗ്രീൻ എന്ന് പറയാം അല്ലേ. ഇതേ കൂടെ ഇങ്ങനെ ഒരു ഗോൾഡൻ ഒരു ഇത് വീതിക്ക് പോയിരിക്കുക. അതിൻ്റെ ഇങ്ങനെ ഇത് പ്ലെയിൻ സാരിയാൽ ഇങ്ങനെ ഇത് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും. ബോർഡറിൻ്റെ അറ്റത്തും ഇങ്ങനെ ഒരു ചെറിയ സ്കാലപ്പെന്ന് പറയാൻ പറ്റത്തില്ല ഒരു വർക്ക്. അതിൻ്റെ കളേഴ്സാണ് മജന്ത, നല്ല കളർഫുൾ ആയിട്ടിരിക്കാം, നല്ല രസമായിരിക്കും. പീക്കോക്ക് ബ്ലൂ, സഫയർ ബ്ലൂ. ഇതെല്ലാം ഫുൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് നിവൃത്തി കാണിക്കാത്തത്. വേറെ ഡിസൈൻസ് ഇങ്ങനെ തന്നെയായിരിക്കുന്നത്. ഒനിയൻ പിങ്ക്, ഈ ഒരു ഡിസൈൻ കാണാമോ, ഇതേ കൂടെ ഉള്ളൊരു ഡിസൈൻ കാണാമോ. മെറൂൺ 899 രൂപയേ ഉള്ളൂ. റെഡി ടു വെയർ ആക്കിയ സാരിയാന്ന് ഓർക്കണം. വയലറ്റ്, ഇത് ഒനിയൻ്റെ ഒരു പേസ്റ്റൽ കളർ. ബോട്ടിൽ ഗ്രീൻ മതിയോ? ഇനി നാളെ കാണിക്കാം കേട്ടോ. ഒത്തിരി ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി. ഒത്തിരി പേര് അതുപോലെ എനിക്ക് തോന്നുന്നു ആ വീഡിയോ ഇന്നലെ വരെ 9000 പേരുങ്ങാണ്ട് ഇപ്പോൾ ഇന്നലെ കൊണ്ട് ഒരു ദിവസം കൊണ്ട് കണ്ടു. അപ്പോൾ അപ്പോൾ അത് വെച്ച് നോക്കുമ്പം വരുന്ന ഒരു എൻക്വയറിക്ക് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത്രയും പേരും വളരെ ആവശ്യം ഇത് നിവർത്തി കാണിക്കണം. ഇതെങ്ങനെ പകുതി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് എന്നിട്ടും നിവർത്തി കാണിക്കാതെ തന്നെ പർച്ചേസ് ചെയ്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എക്സിബിഷൻ്റെ ഒരു കോണിച്ചത്തെ സാരി പോലും ആയില്ല. അപ്പോൾ അത് അടുത്ത ദിവസം കാണിക്കാം കേട്ടോ. അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണിക്കാം. പിന്നെ നാളെ നിങ്ങളുടെ എല്ലാ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള, അതായത് എനിക്ക് ഇസബെല്ലയ്ക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടന്ന ബ്ലൗസ്, അത് ഏതാണെന്ന് ഇപ്പം ഞാൻ കാണിക്കുന്നില്ല. ആ ബ്ലൗസിൻ്റെ വീഡിയോ രാവിലെയാണ് വീഡിയോ. ബ്ലൗസിൻ്റെ 10 മണിക്കാകുമ്പോൾ വീഡിയോ വരും. അപ്പോൾ കാണണം കേട്ടോ. 10:30 വീഡിയോ വരും, കാണണേ. അതായത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി സെയിൽ ഇപ്പോഴും ആ ബ്ലൗസ് വരുമോ, ആ ബ്ലൗസിൻ്റെ റീസ്റ്റോക്ക് വരുമോ, ഓണത്തിന് വേണ്ടി ആ ബ്ലൗസ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്ന. അപ്പോൾ ഓണത്തിന് വേണ്ടി വാങ്ങിക്കാനിരിക്കുന്നവർക്ക് ഞങ്ങൾ ഈ പ്രാവശ്യം ഒരു ഫേവർ ചെയ്യുന്നത് നമ്മൾ സ്പീഡായിട്ട് ഡെസ്പാച്ച് ചെയ്യും. സാധാരണ 3 ദിവസത്തിന് ശേഷം ഡെസ്പാച്ച് ചെയ്യുള്ളൂ. കാരണം ഓണത്തിന് ഇടാനുള്ളവർക്കാണ് കിട്ടിക്കോട്ടെ, കേരളത്തിനുള്ളിലുള്ളവരാണ് കിട്ടിക്കോട്ടെ എന്നോർത്ത് പെട്ടെന്ന് തന്നെ ഡെസ്പാച്ച് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കും. അപ്പോൾ നാളെ രാവിലെ 10 മണിക്ക് കാണണം കേട്ടോ. കുറേ കളേഴ്സ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 10-12 കളേഴ്സ് ഉണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നോട് ആരാണ്ട് ഒരു മെസ്സേജ് ഇട്ടിരിക്കുവാണേ, വിദ്യയെ അല്ലാതെ ചുമ്മാ എടുക്കുമ്പോൾ പുട്ടിയൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്തെടുക്കുമല്ലോ, തന്നെ സാരി ഉടുത്തൊക്കെ ഉള്ള വീഡിയോ വരുമ്പോൾ ഇതെന്താ
ഒട്ടും ഇതില്ലാതെ നിന്നെന്ന് ഞാനുണ്ടല്ലോ. സത്യം പറയാൻ നിങ്ങൾ വിശ്വസിക്കത്തില്ല. ആ വീഡിയോ എടുക്കുമ്പോൾ മൈഗ്രെയിൻ്റെ ഗുളിക ഇവിടെ നിന്നോണ്ട് കഴിച്ചിട്ട് നിന്ന് വിടുക. മൈഗ്രെയിൻ്റെ മാക്സിമത്തെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ മൈഗ്രെയിനെ വെല്ലുവിളിച്ചുകൊണ്ടെടുത്ത വീഡിയോ അത്. കാരണം അവരെല്ലാം മെനക്കെട്ട് നിൽക്കുമല്ലേ നോർത്ത് ഞാനങ്ങ് എടുത്തത്. അതുകൊണ്ടാണ് പുട്ടിയൊന്നും ഇല്ലാതെ. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. താങ്ക് യു.